ഞാൻ ഈ പറഞ്ഞ പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായ ജോലി, ജോലിയിലുള്ള ആത്മാർത്ഥത, സൂക്ഷ്മത നിറഞ്ഞ ആശയങ്ങൾ, ഇതൊക്കെ നന്ദനെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ നന്ദന്റെ വിശ്വാസം നീ നേടിയെടുക്കണം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിന്റെ നിയന്ത്രണങ്ങളെല്ലാം എന്റെ ഈ രഹസ്യ ഭർത്താവിന്റെ കൈകളിലേക്ക് വരണം. പിന്നെയുള്ളത് ഞാൻ പറയാം. സത്യം പറഞ്ഞാ എനിക്ക് വലുതായിട്ട് ചെയ്യാനും മാത്രം ആ ഓഫീസിലൊന്നും ഇല്ല വന്തിക. പിന്നെ എൻ്റെ ഡിഗ്രിയും എക്സ്പീരിയൻസും വെച്ച് ഞാൻ ഇതുപോലൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് തന്നെ സമയനഷ്ടമാണ്. അതും വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത്. ധനുഷ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇപ്പോഴുള്ള നിന്റെ ഈ പാഴ് സമയം കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എല്ലാത്തിനും അവസാനം നീ വരാൻ പോകുന്നത് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റ് ക്യാബിനിൽ നിന്ന് നെല്ലിശ്ശേരി കുടുംബം എന്ന വലിയ വീടിന്റെ ഗൃഹനാഥനായ സേതുമാധവന്റെ സിംഹാസനത്തിലേക്കാ. 10 തലമുറയ്ക്ക് വാഴാനുള്ള സ്വത്തുക്കളുടെ മുകളിൽ അയാളിട്ടിരിക്കുന്ന സിംഹാസനത്തിലേക്ക്. നിന്റെ ആ സിംഹാസനത്തിനടുത്ത് നിന്നെ സ്നേഹിക്കുന്ന പ്രിയ പത്നിയായി ഞാനും. കുറച്ചുനാൾ മാത്രം നീ എടുക്കുന്ന ഈ എഫേർട്ടിന് നിനക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും എന്നെ തിട്ടപ്പെടുത്താനാവാത്തത്ര വലിയ സമ്പാദ്യമാ. അതുകൊണ്ട് നീ ഇത് പാഴാക്കുന്ന സമയമാണെന്നുള്ള ആലോചനയ്ക്ക് വിലയില്ലെന്നുള്ളതാണ് ശരി. മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്തികയുടെ ഐഡിയയിൽ തന്നെ പോകട്ടെ കാര്യങ്ങൾ. ഇനി വേണ്ടത് മിടുക്കും വിശ്വാസവുമാണ്. അതിൽ നീ കാണിക്കാനുള്ള മിടുക്കെന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ആ ഓഫീസിലെ ആരെക്കാളും, പ്രത്യേകിച്ച് അനൂപിനേക്കാളും ജോലിയിൽ മിടുക്ക് കാണിക്കണം. കമ്പനി ഉയർച്ചയിലേക്ക് കുതിക്കുന്നത് നിന്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണെന്ന് എല്ലാവരും കരുതണം. ഇനി വിശ്വാസത്തെക്കുറിച്ച്. നന്ദൻ ഇപ്പൊ ചെയ്യുന്നതെല്ലാം നിന്നെ ഏൽപ്പിക്കണം. ബിസിനസ് മീറ്റിംഗ്സും ഡീലുകളും മറ്റും നിന്നെ ഏൽപ്പിക്കുന്ന തരത്തിൽ നിന്റെ കൈവെള്ളയിലിരിക്കണം നെല്ലിശ്ശേരി കമ്പനി. മിടുക്ക്, വിശ്വാസം, ഈ 3 അക്ഷരമുള്ള വാക്കുകളിൽ തൂങ്ങി നിന്ന് വേണം വഞ്ചന എന്ന 3 അക്ഷരമുള്ള വാക്കിൽ ചവിട്ടി നിന്ന് നമുക്ക് നേടാനുള്ളതൊക്കെ നേടാൻ. നീ ഇത്രയും ചെയ്തു കഴിയുമ്പോഴേക്കും എനിക്കുണ്ട് ചെയ്തു തീർക്കാൻ. നീ ഓഫീസിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ കുടുംബത്തിൽ ചില തയ്യാറെടുപ്പുകൾ നടത്തും. 2 മാസം കഴിഞ്ഞാ നെല്ലിശ്ശേരി വീട്ടിൽ ആഘോഷോ. സന്ദീപിന്റെ ഭാര്യയായ ആതിരയുടെ സീമന്തവും ധനുഷിന്റെ ഭാര്യ അവന്തിക അമ്മയാവാൻ പോകുന്നതിന്റെ ആഘോഷവും. ആ ആഘോഷം കഴിഞ്ഞാൽ അന്ന് രാത്രി ആതിര താണ്ടില്ല. ആഘോഷത്തിമിർപ്പൊക്കെ കഴിഞ്ഞ് ആതിരയും അവളുടെ കുഞ്ഞും രണ്ടിനെയും പരലോകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ. അവളുടെ കുഞ്ഞിനെ 7 മാസം ആയുസേ ഉള്ളൂ. അതും പുറം ലോകം കാണാൻ വിധിയില്ലാത്ത 7 മാസം. നെല്ലിശ്ശേരി വീട്ടിൽ മുട്ടിലെഴഞ്ഞു നടക്കാനും എല്ലാവർക്കും എടുത്ത് ലാളിക്കാനും ഒരു കുഞ്ഞു മതി. നന്ദന്റേതെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന എന്റെയും നിന്റെയും കുഞ്ഞ്.